കൊണ്ട് ചടച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മടുത്തു, എന്നാൽ ഇതല്ലാണ്ട് വേറെ വഴിയില്ല താനും. അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഞാൻ 2 ടിപ്പ് പറഞ്ഞത്. ഈ ടിപ്പ് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഒന്നാമത്തെ ടിപ്പ്, നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പുകൾ അതിനൊരു ടൈം ലിമിറ്റ് വെച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ടൈം ലിമിറ്റിന് ശേഷം ഈ ആപ്പുകൾ ഓട്ടോമാറ്റിക്കലി ഇനാക്റ്റീവ് ആവുകയും നമ്മൾ പിന്നീട് ആപ്പ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് കാണാനും പറ്റില്ല. ഇതുപോലെ നമ്മുടെ ഫോണിൽ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്ത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഡിജിറ്റൽ വെൽബീയിങ് ആൻഡ് പാരൻ്റൽ കൺട്രോൾസ്. ആ ഓപ്ഷൻ എടുക്കുക. ഇതിൽ നമ്മൾ എത്ര ടൈമാണ് ഓരോ ആപ്പും ഓരോ ദിവസവും യൂസ് ചെയ്യുന്നതെന്നുള്ളതും എത്ര നോട്ടിഫിക്കേഷൻസ് നമുക്ക് വരുന്നുണ്ടെന്നുള്ളതും ഓരോ ആപ്പ് നമ്മൾ എത്ര തവണ ഓപ്പൺ ചെയ്യുന്നുണ്ടെന്നുള്ളതും തുടങ്ങിയ ഡീറ്റെയിൽസ് നമുക്കിതിൽ അവൈലബിൾ ആണ്. ഇതുപോലെ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഏത് ആപ്പാണ് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടത്, ആപ്പ് എടുത്ത് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈം 0 ആക്കി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. ഇതുപോലെ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടൈം ലിമിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെയായിരിക്കും ആപ്പ് ഉണ്ടാവുക. നമുക്കത് കളർഫുള്ളായിട്ട് കാണില്ല. അതുപോലെ തന്നെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇനി രണ്ടാമത്തെ ടിപ്പ് ഭയങ്കര സിമ്പിളാണ്. ഒന്നുമില്ല, നമ്മുടെ ആപ്പുകളുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. നമ്മൾ പൊതുവേ ഇപ്പോൾ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ, മെയിനായിട്ട് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ വെറുതെ എടുത്ത് നോക്കും നോട്ടിഫിക്കേഷൻ വന്നോന്ന്. ഈ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഈ ആപ്പിലേക്ക് പോകും. കുറേ ടൈം നമ്മളങ്ങനെ സ്ക്രോൾ ചെയ്ത് കളയും. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തിട്ടാൽ തന്നെ നമ്മുടെ ഒത്തിരി ടൈം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ നമുക്ക് സെറ്റിങ്സിൽ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നോട്ടിഫിക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ് ബാർ എടുത്ത് ഏത് ആപ്പാണോ നമുക്ക് നോട്ടിഫിക്കേഷൻ കൺട്രോൾ ചെയ്യേണ്ടത് ആ ആപ്പിന് നേരെയുള്ള ബ്ലൂ കളറിലുള്ള ആ സ്വിച്ച് ഓഫ് ചെയ്തിടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.